തീർച്ചയായിട്ടും നടക്കണേ ഞാനല്ല നിന്റെ എന്റെ ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കി ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഷാജിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ ടോപ്പിക്ക്. അപ്പോൾ ഷാജി ആരാണെന്ന് അറിയാത്ത ആൾക്കാർ ഈ വീഡിയോ തുടർന്ന് കാണുന്നില്ല. അറിയാൻ പാടാത്ത ആൾക്കാർക്ക് ഞാൻ പരിചയപ്പെടുത്തരാൻ വേണ്ടിയിട്ടും ഞാൻ ആഗ്രഹിക്കുന്നില്ല, മനസ്സിലായില്ലേ? കാരണം അത് അത്ര ഒരു വലിയൊരു ടോപ്പിക്കല്ല, ജസ്റ്റ് ഒരു കോണ്ടന്റ് എന്നുള്ള രീതിയിൽ ഇടുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷാജിയുടെ കുറേ നാളെ ചെയ്തിട്ടുണ്ട്, ഒരു 2 months മേലുള്ള ഷാജി എന്ന് പറഞ്ഞ ടോപ്പിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരത്തിനെ പറ്റി എന്തെങ്കിലും ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ട്. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ ഒരു പരിപാടി അറിയാമല്ലോ, ഡെയിലി ലൈവ് വരുമ്പോഴത്തേക്കും ആരെങ്കിലും പുള്ളിക്കാരത്തിന് എന്തെങ്കിലും ചീത്ത പറയും, ലൈവിൽ മെസ്സേജ് അയച്ച് ചീത്ത പറയും. പിന്നെ അങ്ങോട്ട് ഫുൾ പച്ചത്തറിയാണ്, അതാണ് ഡെയിലി നടന്നോളൂ. പിന്നെ സൈഡിൽ കൂടി പുള്ളിക്കാരത്തിൻ്റെ ബിസിനസ്, ക്രീം വിൽപ്പന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഏറ്റവും അവസാനമായിട്ട് ചെയ്ത വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഒരു വീഡിയോസൊക്കെ ഞാൻ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാജി തൊട്ടടുത്ത അയൽവാസിയുടെ ഉപ്പ മരിച്ചിട്ട് പുള്ളിക്കാരത്തിന് തെറി പറയുന്നത്, അതായത് ആ മരിച്ച ദിവസം തന്നെ ആ മരിച്ച കാരണം വെച്ചിട്ട് തന്നെ പുള്ളിക്കാരനെ തെറി പറയുന്ന, ഈ മരിച്ച ആളുടെ മോനെ തെറി പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എന്തോ അയൽവാക്ക പ്രശ്നമോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നമൊക്കെ ആയിരിക്കാം, മനസ്സിലായി. പക്ഷെ എന്തായാലും അത് അന്ന് ആ ഒരു മരണ സമയത്ത് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ആ വീഡിയോ ചെയ്ത് പിന്നെ ഇതുവരെ ഞാൻ പുള്ളിക്കാരത്തിനെ പറ്റിയിട്ട് വീഡിയോസും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ വീഡിയോസിൻ്റെ ഇടയിൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ കമൻസ്, ഭൂരിഭാഗം കമൻസും ഷാജിനെ എതിർത്തിട്ടുള്ള കമൻസാണ് വന്നത്. പിന്നെ കുറച്ച് കമൻസ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാജിക്ക് എന്തോ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ആണെന്നോ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടെന്നോ. അപ്പോൾ ആ ഒരു ഹോർമോണിൻ്റെ പ്രോബ്ലം കൊണ്ടിട്ടാണ് പുള്ളിക്കാരത്ത് ഇതേപോലെ ഹൈപ്പർ ആവണോ അല്ലെങ്കിൽ ഇതേപോലെ ചീത്തയും തെറിയൊക്കെ കുളിക്കണം എന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ പിന്നോട് വിചാരിച്ച് വേണ്ട, ഇനി ഷാജിനെ നമ്മൾ പറയണ്ട. കാരണം തെറി പറഞ്ഞാൽ അത്ര വലിയ ഭൂലോക കുറ്റമൊന്നുമല്ല. പക്ഷെ ആ ഒരു മരണ സമയത്ത് അങ്ങനെ പറഞ്ഞതിലാണ് ഞാനത് റിയാക്ട് ചെയ്തത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഷാജി ഡെയിലി വന്നിട്ട് തെറി പറയുന്നുണ്ട്. പിന്നെ കുറച്ച് യൂട്യൂബേഴ്സ് ഇവരുടെ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ 2 മാസത്തോളം പുള്ളിക്കാരുടെ വീഡിയോസ് ഞാൻ ചെയ്യലായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് 2-3 ദിവസമായിട്ടേ അത്യാവശ്യം കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കൂട്ടണം. അതായത് ഞാൻ വലിയ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസും ചെയ്തിട്ടില്ല, എന്നാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെയ്ത വീഡിയോസിന് വ്യൂസൊന്നും അത്ര വലുതായിട്ടൊന്നും ഇല്ല. പക്ഷെ എന്നാലും സബ്സ്ക്രൈബേഴ്സ് കമൻസൊക്കെ വന്നുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് ഷാജി പിന്നെയും എയറിൽ പോയെന്നുള്ളത്. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഷെറീഫ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരത്തി. ഈ ഷെറീഫ് എന്ന് പറഞ്ഞ ആളും ഒരു യൂട്യൂബ് ബ്ലോഗറാണ്. അപ്പോൾ ഈ ഷെറീഫും ഷാജിയുടെ വീഡിയോസൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരും അറിയാം, എല്ലാം പറഞ്ഞ സത്യമാണെന്നില്ല, മനസ്സിലായില്ലേ? പലതും വ്യൂസ് കിട്ടാൻ വേണ്ടി പല ആൾക്കാരും പലതും പറയും. അത് സത്യമാണെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല, കാണുന്ന ആൾക്കാർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്, അത്രയും മിക്ക ആൾക്കാരും കാണാറുള്ളൂ. പിന്നെ അവർക്കൊരു എന്തെങ്കിലും ഒരു ഇൻകം കിട്ടണം, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാജിനെ പുള്ളി വെല്ലുവിളിച്ചേക്കാണ്, ധൈര്യം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരും എന്നുള്ള രീതിയിൽ ഷാജി അങ്ങോട്ട് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി അങ്ങനെ വീട്ടിലേക്ക് ചെന്നേക്കണേ. അങ്ങനെ വീട്ടിൽ ചെന്നേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തിയുടെ മക്കളായിട്ടാണ് ചെന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ട് അവിടുത്തെ ഫുൾ പൂരത്തെറിയും കാര്യങ്ങളൊക്കെ. എന്നിട്ട് രണ്ടുപേരും ഷാജിയും വീഡിയോ എടുക്കുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഷെറീഫും വീഡിയോ എടുക്കുന്നുണ്ട്. ഷാജിയുടെ ബാഗൊക്കെ ഷെറീഫ് എടുത്ത് വലിച്ചെറിയുന്നുണ്ട് ആ സീനിൽ. അതിനുശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി, പോലീസുകാരും കൈമലർത്തി പറഞ്ഞിട്ട് ഷെറീഫിൻ്റെ അടുത്ത് പറഞ്ഞ് എങ്ങനെയായാലും ഒന്ന് തീർപ്പാക്ക്, അങ്ങനത്തെ ഒരു സംഭവം. കാരണം അറിയാമല്ലോ ഈ ഒരു കേസ് ഇതിപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ലൈവ് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും കാര്യങ്ങളും. പിന്നെ ഷെറീഫിനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിയമ സാധ്യത ഉണ്ട്. അതായത് പുള്ളിയുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും പുള്ളി അടിക്കാനോ മർദ്ദിക്കാനോ നിന്നില്ല, മനസ്സിലായില്ല. ജസ്റ്റ് തിരിച്ചങ്ങോട്ടും വഴക്ക് പറഞ്ഞെന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ക്ലിപ്സ് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം. എന്താണ് അന്ന് വീട്ടിൽ ചെന്നിട്ട് എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് ഷാജിയുടെ നോക്കാം, അതേപോലെ തന്നെ ഷെറീഫിൻ്റെ നമുക്ക് നോക്കാം. വെച്ചിട്ട് അവൻ വേശ്യാലയം ദുബായില് എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയെന്ന് പറയാണ്ട് ഇപ്പൊ കെട്ടിയോ വെച്ച് റീച്ച് ഉണ്ടാക്കുന്ന നീ കണ്ടാ നിന്റെ മുണ്ടെന്ന് പൊക്കുക, അപ്പൊ നല്ല കാണാം. നിക്കണോ അവളെ വേശി, അവളുണ്ടാക്ക്. ദുബായി പോയാൽ നിന്റെ കടി തീർക്കാൻ അവളാണ് കേട്ടുന്നത്, ഞാനല്ല കേട്ടാ. നീ നടന്നിട്ട് നീ നായിന്റെ മോനെ, നീ പോടാ നടന്നിട്ട് നായെ, നീ പോടാ. എന്റെ അഞ്ചനത്തിനുണ്ടെങ്കിൽ അപ്പൊ ഇതാണ് ഷാജിയുടെ ലൈവ്. അതിൽ വീട്ടിൽ കയറിയിട്ട് നല്ലപോലെ ചീത്തയും തെറിയൊക്കെ പറയണ്ട, അവരുടെ മക്കളെയും അല്ലെങ്കിൽ വൈഫിനെ, പുള്ളിയുടെ മക്കളെയും വൈഫിനെയൊക്കെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ മിക്കവാറും എന്താണ് കേസാവാൻ ചാൻസ് ഉണ്ട്. ആ കേസിന്റെ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. കേസാക്കുന്നുള്ള രീതിയിലാണ് ഷെറീഫ് പിന്നീടുള്ള പുള്ളിയുടെ വീഡിയോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത് നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ.
അപ്പൊ അതെന്തായാലും ഷാജി ഒരാളുടെ വീട്ടിൽ കയറി ചെന്നിട്ട് ഇതുപോലെ പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായി, നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നിയമവും പോലീസും കോടതിയൊക്കെ ഉണ്ട്, അതേ വഴി പോവുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അല്ലാതെ ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒരു ആക്രമണ കേസായിട്ടൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പൊ അത് ഷാജിദ ഒരിക്കലും ചെയ്ത നല്ല കാര്യമല്ല. പ്രത്യേകിച്ച് ഇതേപോലെ വരുമ്പോഴത്തേക്കും ആ വീഡിയോസിനൊക്കെ പറയുന്നുണ്ട് ഒരു പെണ്ണിന്റെ മേത്ത് തൊട്ടിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടി പ്രിവിലേജ് കൊടുക്കുന്ന, അല്ലെങ്കിൽ നിയമത്തിന് സാധ്യതകൾ കുറച്ചുകൂടി കൂടുതൽ കൊടുക്കുന്ന ഒരു നാടാണ്. അപ്പൊ അവിടെ നിന്ന് ഷാജിദ ഷെറീഫിന്റെ ഒരു അടി പ്രതീക്ഷിച്ചിട്ടാ പോയത്. ഒരു അടി കിട്ടിയെങ്കിൽ ചിലപ്പോൾ ഷാജിദ അതും കൊണ്ട് പോയെങ്കിൽ ചിലപ്പോൾ ഷെറീഫിനെ പിടിച്ച് അകത്തിട്ടാനെ പുള്ളിക്ക് പിന്നെ പുറത്തേക്ക് അബ്രോഡ് ജോലിക്കൊന്നും പോകാൻ വേണ്ടി പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ ആ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടാ പോയത്. പിന്നെ പിള്ളേരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക്, അപ്പൊ കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അതൊരു നല്ല ഏർപ്പാടല്ല. മനസ്സിലായില്ല, എന്തൊക്കെ തന്നെയാണെങ്കിലും അത് നിങ്ങളുടെ കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏജാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു വഴക്കിന്റെ ഇടയിലൊക്കെ നിങ്ങൾ പോയിട്ട് വേണം വഴക്കിട്ടോ. പക്ഷെ ഈ കുട്ടികൾ എന്തിനാണ് അതിന്റെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കുട്ടികൾക്ക് ഇതിട്ട് ട്രോമ ഇരിക്കുന്ന ആളെ വരുന്നത്. മനസ്സിലായില്ല, അല്ലെങ്കിൽ അവർ നാളെ പഠിച്ചൊരു സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നിന്റെ ഉമ്മ അന്ന് ഇങ്ങനെ ചെയ്തില്ലടാ മറ്റേതല്ലേ മറിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു നാണക്കേടാണ്. നിങ്ങൾ പോയി വഴക്കിട്ടുണ്ടെങ്കിൽ വഴക്കിട്ടോ. പക്ഷെ ഈ കുട്ടികൾ എന്തിനാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്? അപ്പൊ അതിനൊക്കെ ഒന്നും ആരും ഈ ബാലാവകാശ കമ്മീഷൻ ആരും ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവരെന്തെങ്കിലും നിയമ നടപടി എടുത്തോ ഇല്ലയോ ഒന്നും അറിയില്ല. കാരണം മൂത്തവൻ എനിക്ക് തോന്നുന്നത് എത്ര 9-ലോ 8-ലോ 10-ലൊക്കെയാണെന്ന് തോന്നുന്നു. മനസ്സിലായില്ല. അപ്പൊ അവനും വളർന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ അവനൊരു മെച്യൂർഡ് ഏജ് ആയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടീനെ ഏൽപ്പിച്ചിട്ട് ഇനി ഈ പുള്ളിക്കാരത്തേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അല്ലാതെ കുട്ടികൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ അവരുടെ ഫ്യൂച്ചർ നശിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉപദ്രവിക്കില്ല. നിങ്ങൾക്ക് ആരുടെയെങ്കിലും എന്തെങ്കിലും വഴക്കോ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് തീർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ നേരിട്ട് പോയിട്ട് വഴക്കിടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കുട്ടികളായിട്ട് പോകാതിരിക്കുക. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടവാണ്. കാരണം കുട്ടികളായിട്ട് ഒരു അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നുള്ളൊരു ലേബൽ കിട്ടുമ്പോഴത്തേക്കും അതിനുള്ള ഒരു ആൾക്കാർക്ക് ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു വിക്ടിം കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത് തന്നെയാണ് ഷെറീഫും മിക്ക ആൾക്കാരും പറയുന്നത്. മനസ്സിലായി. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫ് നാട്ടുകാരുടെ ഫ്രണ്ടിൽ ഒരു കോമാളിയായിട്ട് നിന്നുകൊണ്ടിരിക്കണേ. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്താണെന്നുള്ളതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ മിക്കവാറും സമൂഹത്തിൻ്റെ ഇടയിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലും ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ നിങ്ങൾ തന്നെയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അത് എന്തെങ്കിലും ചെയ്തോ. ഇത് നിങ്ങളുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്, എനിക്കിത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും റിയാക്ട് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ഇത് ഒരു കണ്ടന്റ് ആക്കി എടുത്ത് റിയാക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. മനസ്സിലായി. അതായത് ഇതിൽ കുറേ എന്തെങ്കിലും മീനിങ് ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഷെറീഫ് ഇതിനെപ്പറ്റി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ജസ്റ്റ് എന്താണ് പറയുന്നുള്ളത് നോക്കാം. കണ്ടോങ്ങളെ, നിങ്ങൾക്ക് അവളുടെ ഈ ലൈവില് കണ്ട വീഡിയോസിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്ത് എല്ലാ വീഡിയോസും ഉണ്ട്. പക്ഷെ അവളെ മാതിരി ബുദ്ധിയില്ലായ്മ ഞാൻ ചെയ്യൂല. ഇവള് വിചാരിച്ചത് എന്താ അറിയോ, ഇന്ന ആ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ കരണം നോക്കി ഒന്ന് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് ലൈവ് കിട്ടും. ഇത് ഷെറീഫിന്റെ പിറ്റേ ദിവസം വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഷോട്ട് അത് കാണിച്ചിട്ടുണ്ട്, പുള്ളിയുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും. അപ്പൊ അതിൽ കാണുമ്പോഴത്തേക്ക് അറിയാം ഷാജിദ ഓടിച്ചിരുന്നത് കാണാം, അല്ലെങ്കിൽ ആ ഷാജിദ പേടിച്ചു പറഞ്ഞത് കാണാം. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ പുള്ളി വിട്ടിട്ടില്ലെന്നാ പറയുന്നത്. അപ്പൊ അതില് മിക്ക പുള്ളി വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും അത് കേസായിട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ പുള്ളിനെ കുറെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് ഷാജിദിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്നുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ട് 2-3 വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. കേസായിട്ട് പോകുന്നുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ പുള്ളി അങ്ങനെ ചെയ്യട്ടെ. അപ്പൊ ഇത് ഞാൻ വലിയൊരു സംഭവമായിട്ട് എടുത്ത് പറയുമല്ലോ. ഈ ഷാജിദ ആണെങ്കിലും അല്ലെങ്കിൽ ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ മനസ്സിലായി. ഇത് ഷാജിദയും ഡെയിലി യൂട്യൂബിൽ വന്നിട്ടിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ഡെയിലി വരുന്നു ലൈവ്. വേറെ ഒരു സാമൂഹിക പ്രശ്നത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നും ഷാജിദക്ക് അറിയത്തില്ല. മനസ്സിലായില്ലേ? എന്തോരം സാമൂഹികം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ എല്ലാ ദിവസങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്കൊന്നും ഷാജിദക്ക് അറിയില്ല. പുള്ളിക്കാരത്തി അതറിയാത്തത് ഒരാളുടെ മിസ്റ്റേക്ക് ഒന്നും അല്ല. ഞാൻ പറഞ്ഞതാണ്, പുള്ളിക്കാരത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ ഡെയിലി വന്നിട്ട് ലൈവ് ഇടും. എന്നിട്ട് എന്തെങ്കിലും മക്കളുടെ കാര്യം അല്ലെങ്കിൽ പുള്ളിക്കാരുടെ ബിസിനസിനെ പറ്റി പറയും. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും വന്നിട്ട് തെറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഫുൾ തെറിയാണ്. തെറി പറഞ്ഞിട്ട് ആ ലൈവ് അവസാനിപ്പിക്കുക. അത് തന്നെ ഡെയിലി കണ്ടന്റ്. അത് കാണാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ കാണുന്ന ആൾക്കാർ നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് ഇവരുടെ ഈ ഇങ്ങനെ തെറി പറയാനുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. അത് ഏത് ഒരു യൂട്യൂബിലെ ഏത് ഒരു സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിലും അവിടെ കാണാൻ വേണ്ടി ആൾക്കാരുണ്ടോ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കാണാൻ വേണ്ടി ആൾക്കാരുണ്ടോ, അവർ പിന്നെയും അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ തന്നെയാണെന്നുണ്ടെങ്കിലും എൻ്റെ ഇത്രയും വീഡിയോസ് കുറേ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്,
കുറേ സാമൂഹികപരമായിട്ടുള്ള ചർച്ചകൾ നമ്മൾ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത് ആർക്കും വേണ്ടാത്ത കണ്ടന്റാണ് ഷാജിദ ഷാജിയുടെ മനസ്സിലായില്ലേ. അപ്പോൾ ആ ഷാജിദ കണ്ടന്റാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും ടോപ്പ് വ്യൂസ് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടുകാർ കാണുന്ന ആൾക്കാർക്ക് ഇതാണ് വേണ്ടത്, അല്ലാതെ ഇതിൽ വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഈ സംഭവങ്ങളാണ് വേണ്ടത്. ഇതേപോലത്തെ എന്താ പറയുക മ്ലേച്ഛത അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള തെറികൾ കേൾക്കുന്ന വീഡിയോസാണ് നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് വേണ്ടത്. അപ്പോൾ ഷാജിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്കാരൻ നോക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് ഈ തെറി പറയുന്നതിനാണ് ഏറ്റവും വ്യൂസ് കിട്ടുന്നത്. ബാക്കിയുള്ള യൂട്യൂബ് വ്ളോഗേഴ്സും എന്നെ പോലത്തെ ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും ഷാജിദ ഈ ഒരു കോണ്ടന്റ് എടുത്ത് വെച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ വ്യൂസ് കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ കാണുന്ന ആൾക്കാർക്ക് ഈ വീഡിയോസ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷാജിനെ പറ്റി അറിയാത്ത ആൾക്കാർക്ക് ഈ വീഡിയോസ് കാണണം ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ വീഡിയോസ് ഇത്ര നേരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഷാജിനെ പറ്റി അറിയാവുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോണ്ടന്റ് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയായിരിക്കും, മനസ്സിലായില്ലേ. പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ എൻഡിലേക്ക് വന്നപ്പോഴത്തേക്കും നിങ്ങൾക്കോ സമൂഹത്തിനോ എന്തെങ്കിലും ഗുണം കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഇത്ര നേരം കണ്ടിരുന്ന വെച്ച് തോന്നുമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഷാജിദിനെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ അവരടിച്ചമർത്തുന്ന രീതിയിൽ റിയാക്ട് ചെയ്ത് വിചാരിച്ചിട്ടായിരിക്കും, മനസ്സിലായില്ലേ. അങ്ങനെ ഒന്നും ചെയ്യാണ്ട് ഇപ്പോൾ ഓൺലൈൻ ഇതിൽ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യൂസ് കിട്ടും, അതേപോലെ തന്നെ എന്താ പറയുക നിങ്ങളുടെ കുറേ ടൈം പോകും. അല്ലാണ്ട് ഇതിൽ വേറെ അർത്ഥമൊന്നുമില്ല. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയാനും പോകുന്നില്ല. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എന്തെങ്കിലും വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.